അവറ്റകളോട് മാറിപ്പോൻ പറയാ. മാറിപ്പോ പെണ്ണുങ്ങളെ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടില്ലേ? ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോ ஆன்டி பிடிக்குமா பொண்ணுங்க பிடிக்குமா? ஆன்டி தாங்க பிடிக்கும். ஏன் ஏன் ஐயோ ஐயோ நீங்க அங்கிள்ல பார்க்க மாட்டீங்களா? புள்ளிங்கெல்லாம் വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടക കൊടുത്തിരിക്കും. അവരിന്ന് വരെ നാളെ പോവും. ആ, ഒരു കാര്യം അറിയാനാ. ഹസ്ബൻഡിനൊന്ന് വിളിക്കാം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെയും. ആങ്ങളമാരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല, 3-ൽ 10 പേർത്ത്. ഓക്കെ, കട്ടില് പണിയാ, തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. ഇനി ഞാനൊന്ന് മനസ്സുറക്കാ സുമി. സുമിക്ക് എന്നോട് ഹൃദയസ്പൃക്കായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന യാഥാസ്ഥിതികമായ പ്രേമമാണോ ഉള്ളത്? തീർച്ചയായും. ഈശ്വര, തലയിലായോ? കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ മിണ്ടാൻ നേരമില്ല, എന്നോട് കൊഞ്ചിക്കൊഴയാൻ നേരമില്ല, എന്നോട് സംസാരിക്കാൻ നേരമില്ല, എന്റെ അടുത്ത് അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല. ഒരു അകൽച്ച, ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനിങ്ങനെ ജീവിക്കണം? പൊക്കൂടെ? തീർന്നാ പറഞ്ഞു? തീർന്നാ നിങ്ങള്? തീർന്നു. എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. നീ എന്ത് കാണുന്നുണ്ടെന്നാ പറയണത്? എന്ത് കാണുന്നുണ്ടെന്നാ? ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം നീ പറ. നിങ്ങളെ ആ അടുക്കള നിൽക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കൊഴയണോ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. സിസ്റ്ററെ, സോറി സിസ്റ്ററെ, അറിയാണ്ട് പറ്റിപ്പോയതാ സിസ്റ്ററെ. കാലൊന്നും ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി. മകള് പലവിധം ഇപ്പോ പിള്ളേർ മോയിക്കില്ലേ, അതെന്തുകൊണ്ടാ? ഒരു വാത്സല്യം കൊണ്ടല്ലേ? ഞാൻ പിള്ളേരെല്ലാവരും കന്യാസ്മിയാണ്. ഞാനതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതുപോലെ നമ്മുടെ അപ്പനെ അമ്മനും മോയിക്കില്ലേ, അതെന്തുകൊണ്ടാ? അതൊരു സ്നേഹം. അതുപോലെ നമ്മുടെ ഭാര്യമാരും മോയിക്കും. ഭാര്യമാരല്ല, ഭാര്യനെ. അതെന്താ? അതൊരു പ്രണയം. അപ്പോ അതുപോലെ ഒരു സാഹചര്യത്തില് അതൊക്കെ ശരിയാണ്. എന്നാ താൻ എന്നെ വെച്ച് ഉമ്മ ഞാൻ ഏത് കണക്ക് കുളിക്കും? സിസ്റ്ററെ, നിങ്ങൾ നടങ്ങ്. എല്ലാ ഉമ്മയുടെ പിറകില് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉമ്മയ്ക്ക് പിന്നില് ഒരു ഉദ്ദേശം ഇല്ലാത്ത കാരണം ഈ ഉമ്മ സാധുവാണ്. അപ്പൊ കുമ്പസാരിച്ച പൊക്കോളൂല്ലേ? പിന്നെ വാ കഴിക്കാൻ പോലും പോകും. പിന്നെ കുമ്പസാരം ഉറപ്പാണോ? ഉറപ്പ്. ഒരു കാര്യം മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ? താൻ എന്നെ ഉമ്മ വെച്ചിട്ട് അടിക്കും. എന്റെ ചന്തിക്ക് കയറി പിടിച്ചെന്തിനാ? അതിന്റെ ക്ലാരിഫിക്കേഷൻ കൂടി തന്നിട്ട് പോവാ. ഒന്ന് സഹകരിക്കാവോ? പിന്നെന്താ സാർ, നമ്മുടെ കമ്പനിയുടെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വന്നതാണ്. പെടുത്തിക്കോളൂ. ഈ തറവാട്ടി സ്ത്രീ സാന്നിധ്യോ? ഇങ്ങനെ വെയിലത്ത് നടക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ സാറ് ചെലവിന് തരുമോ? വേണമെങ്കിൽ തരാം. അച്ഛാ, മോനെ പെണ്ണെ വിളിച്ചിറക്കിയോണ്ട് നിൽക്കുന്നു. ഒന്നാമത്തവനാ രണ്ടാമത്തവനാ? രണ്ടും കേട്ടവൻ. ഇവിടെ ഞാൻ നിൽക്കുമ്പോഴാ. എന്റെ പൊന്നുമോളെ, നീ ഇവന്റെ എന്തോ കണ്ടോണ്ട്? അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റിന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി. നാട്ടുകാര് പറയും പിഴച്ചൂന്ന്. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. പരിചയപ്പെട്ടോണ്ടാണല്ലോ ഈ കെട്ടും കിടക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. വേണ്ട ഫാത്തിമ, തർക്കിക്കണ്ട. ഫാത്തിമയോ? പേരെന്തായിരുന്നു? ആരതി. ആരതിയായിട്ടുള്ള ആദ്യ രാത്രി ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ ഈ പകല് താണ്ടിക്കത്തില്ല. ഇനിയൊരു ശക്തിക്കും ഞങ്ങൾ പിരിക്കാനാവില്ല. വിടറോ? നിന്റെ കഷ്ടാലം മോളെ, ഞാൻ പോയി നിലവിളക്ക് എടുക്കട്ടെ. വയ്യേ? പിന്നെ ഞാൻ കൂടെ അവിടെ ഈത്തപ്പഴത്തിന്റെ കുരു കളയാൻ നിൽക്കുന്ന. അവന്റെ പെണ്ണിറങ്ങി വന്നോണ്ട് അവൻ കെട്ടുന്നു. എന്ന് വെച്ച് ഞാനല്ലേ മൂത്തത്? അവളെ ഞാൻ കെട്ടിയിട്ട് മതി അവൻ കെട്ടുന്നത്. നിർത്തണ പൊട്ടന്മാരെ. ഇന്ത്യ. നീ പോടക്കോഴി. എന്റെ പൊന്ന് കാരണവരെ ഞാൻ എന്റെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വന്നേ, അല്ലാണ്ട് തന്റെ ഓന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതല്ല. കുറച്ച് നേരം കൂടെ നിന്നാ പ്രസവിച്ചാനല്ലോ. ഒന്ന് കൂടെ നിന്നായിരുന്നു ഇപ്പൊ കല്യാണം നടന്നു പോയത്. ചേട്ടാ, ഈ അച്ഛനെന്താ ഇങ്ങനെ? സെയിൽസ് ഗേളെ പോലും വെറുതെ വിടരുതാ.
ഓ ഉണ്ടോ? ആ തരാൻ വാ. വാ. അതല്ലേ വാറ്റുണ്ടോന്ന് ആ എരണം കെട്ട പരിപാടിക്ക് എന്നെ കിട്ടില്ല. കടക്കുപോർക്ക് കിളിവാതിലിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ? കിളിയല്ല കാറ്റല്ല അമ്മയുടെ നായര്, നിന്റെ അമ്മയുടെ നായര്.